ജൂൺ മാസത്തിലാണ് ശരിക്കും ഓർക്കിഡ് റിപ്പോർട്ട് ചെയ്യേണ്ട സമയം. പക്ഷേ ആ സമയത്ത് എനിക്ക് ചട്ടി കിട്ടാനില്ലായിരുന്നു. എന്തായാലും ചട്ടിക്ക് വരെ ക്ഷാമമായി. എന്ത് പറയാനാ, ഈ വേനൽക്കാലത്താണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. മഴക്കാലം ആയപ്പോഴത്തേനും അവർ വിചാരിച്ചാണ് ചെടിച്ചട്ടിക്ക് ഇത്ര അത്യാവശ്യമില്ലെന്ന്. ഇത് കൂട്ട് ഭ്രാന്ത് പിടിച്ചവരുണ്ടെന്നുള്ള കാര്യം ഇവർക്കറിയത്തില്ലല്ലോ. എന്തായാലും വേണ്ടില്ല, നമുക്ക് കൈ കിട്ടിയ സമയത്ത് ഇനിയിപ്പോൾ പരിപാടി അങ്ങ് തുടങ്ങിയേക്കാന്ന് ഓർത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം പോട്ടിംഗ് മിക്സിൻ്റെ വീഡിയോ ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഞാൻ ഈ പോട്ടിംഗ് മിക്സിനെ കുറിച്ച് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. എന്തായാലും അത്യാവശ്യം നല്ല പോലെ തന്നെ തൈ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്നും രണ്ടും ഒന്നും അല്ല, എന്തായാലും ഒരു വർഷം പോലും ആയിട്ടില്ല. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഞാനൊരു കവറോട് കൂടി ഒരു ചെടി കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. അത് ഞാൻ ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നട്ടു. ചട്ടിയിലേക്ക് മാറ്റി നട്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു പോട്ടിംഗ് മിക്സ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പോട്ടിംഗ് മിക്സിൽ തന്നെയാട്ടോ ഇപ്പോഴും ശരിക്കും ഈ ചെടി നിൽക്കുന്നത്. കാരണം ഈ ഗ്രൗണ്ട് ഓർക്കിഡിന് മാത്രം ഉണ്ടല്ലോ കാര്യമായിട്ട് പിന്നീട് ഒരു വളം കൊടുക്കേണ്ട. നമ്മൾ നടുന്ന സമയത്ത് അത്ര പെർഫെക്റ്റ് ആയിട്ട് നട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ പൂവ് ഇനി ഒത്തിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അന്നേരം മാത്രം കാര്യമായിട്ട് എന്തെങ്കിലും രാസവളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ ഈ പറയുന്ന ഒരു വളത്തിൻ്റെയും പിന്നീട് ആവശ്യമേ വരുന്നില്ല. അത് തന്നെ അങ്ങ് വളർന്നോളൂ കേട്ടോ. പിന്നെ ദിവസത്തിൽ ഏതെങ്കിലും ഒരു നേരത്തെ വെയിൽ കിട്ടുന്ന ഒരു വശത്തെ ചെടി നടണമെന്ന് മാത്രം കേട്ടോ. കാര്യമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെടിച്ചട്ടിയിലാണെങ്കിൽ പിന്നെ നമുക്ക് വെയിലുള്ള സ്ഥലം നോക്കി അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇന്ന സ്ഥലമൊന്നും ഉള്ള ആവശ്യമൊന്നുമില്ല. വെയിൽ ഏത് കിഴക്കുന്നാണെങ്കിലും പടിഞ്ഞാറുന്നാണെങ്കിലും ഏതെങ്കിലും ഒരു നേരത്തെ വെയിൽ മാത്രം കിട്ടിയാൽ മതി. പിന്നെ ഞാൻ ഈ സാഫ് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറയും, ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കേടുപാടുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിനൊക്കെ ചീച്ചിലൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി സാഫും കൂടിയും ചേർത്തങ്ങ് നട്ടേക്കുവാണെങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ഞാൻ ഈ പോട്ടിംഗ് മിക്സ് ഏകദേശമൊക്കെ നിങ്ങൾക്ക് പിടിയിട്ടുണ്ടാവും. ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോസിൽ ഞാൻ ഈ പോട്ടിംഗ് മിക്സ് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്നുള്ള ഏകദേശം ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഞാൻ എല്ലുപൊടിയും കൂടി ചേർത്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ല, ഇപ്പോൾ ഈ സാഫ് ഇല്ല എങ്കിൽ നമ്മുടെ അടുത്ത് വേപ്പ് മിണ്ണാക്ക് ഇരിപ്പുണ്ടെങ്കിൽ ആ വേപ്പ് മിണ്ണാക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ തിരക്ക് കൂടി ഞാൻ എല്ലാം കൂടി പൊട്ടിച്ചതിൻ്റെ ഇടയ്ക്ക് ഒരു 3-4 എൻ്റെ വേരില്ലാതെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ വേറെ ഒന്ന് നട്ടു നോക്കിയതാണ്. എങ്ങാനും പിടിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിന് എനിക്ക് വലിയൊരു സംശയമുള്ള കാര്യം തന്നെയാണ്. കാരണം അത് പിടിച്ച് കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലേ കിട്ടിയില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് നടുന്ന സമയത്തൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി താത്തി ഒരിക്കലും നടരുത്. ഈ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വേരുകൾ താഴോട്ടേക്ക് ഇങ്ങനെ റൗണ്ടായിട്ട് പൊക്കോളൂ. അത് മുഴുവൻ കവർ ചെയ്ത് വരും കേട്ടോ. അത് മാത്രമല്ല, അതിനൊരു കുഞ്ഞി കിഴങ്ങ് പോലെ ഒരു സംഭവമുണ്ട്. അത് മാത്രമേ മണ്ണിൻ്റെ അടിയിലേക്ക് വരാവുള്ളൂ. ബാക്കി ഭാഗം മുകളിലേക്ക് നിൽക്കണം. ആ ഒരു രീതിയിലാണ് ശരിക്കും ഗ്രൗണ്ട് ഓർക്കിഡ് നടേണ്ടത്. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്നതൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കുമേ. ചെടിച്ചട്ടിക്ക് പിന്നെ അത്യാവശ്യം നല്ല ഹോൾ വേണമെന്നുള്ളത് പറയേണ്ട ആവശ്യമില്ലോ. അതിപ്പോൾ ഞാൻ കാണിച്ചപ്പോൾ തന്നെ ഏകദേശം പിടിയിട്ടുണ്ട്. കാരണം അതിൻ്റെ അകത്ത് വെള്ളം എത്ര ചെല്ലുന്നോ അത് അന്നേരം തന്നെ വാർന്നു പോകണം കേട്ടോ.